നോമ്പ് മാസത്തിലെ ദന്ത സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ വിട്ടുപോകുന്നത്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമൽ ഡെന്റൽ കെയർ ചെയ്യുന്ന എല്ലാം തന്നെ നമ്മൾ ചെയ്യണം. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിശന്ന് വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ഒഴിവാക്കുക. കൂടുതലും നമ്മൾ ആദ്യം കുറച്ച് വെള്ളം കുടിച്ച് നമ്മളൊന്ന് വെറ്റാക്കി നമ്മൾ ആ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് പോവുക. കൂടുതലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കൂടുതലും ആദ്യം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവാം, അത് നോൺ വെജ് കൂടുതൽ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യാൻ പലരും വിട്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പലരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയിലൊന്നും ബ്രഷ് ചെയ്യലൊന്നും നടക്കുകയില്ല. ആ ഒരു രീതിയിലുള്ള വർത്തമാനം, ആ ഒരു ശീലം മാറ്റി നമ്മൾ നിർബന്ധമായിട്ടും കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് കൂടുതൽ പല്ല് കേടാകാനുള്ള ടെൻഡൻസി കൂടും. കാരണം കൂടുതൽ സമയം വായൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത്, ഫാസ്റ്റിംഗ് കൂടുതലുള്ള സമയത്ത് അതിനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഒരു രീതി, നമ്മൾക്ക് കൂടുതൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്വീറ്റ്സ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അതും പ്രത്യേകിച്ച് ഏറ്റവും ലാസ്റ്റ് ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് കഴിക്കുന്ന ശീലം, അത് കഴിയുന്നതും ഒഴിവാക്കുക. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സ്വീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നോയമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണെങ്കിൽ ആദ്യം സ്വീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുഡ് കഴിക്കുക. അത് നമ്മുടെ മധുരത്തിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ ആ നെയ്യുടെ അംശങ്ങൾ, ആ കൊഴുപ്പിൻ്റെ അംശങ്ങൾ പല്ലിലുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള നോർമൽ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും കുറേ ക്ലീൻ ആവാൻ, വാഷപ്പ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതും പല്ല് കേടാവുന്ന ഒരു പരിധി വരെ കുറയ്ക്കും. പിന്നെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പല്ലിൻ്റെ ഇടയ്ക്ക് ഫുഡ് കയറിയിരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്, നോൺ വെജ് എല്ലാം കൂടുതൽ കഴിക്കുന്ന ഒരു സമയമാണെങ്കിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നിർബന്ധമായിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഫുഡ് കയറിയിട്ടുണ്ടെങ്കിൽ ഫ്ലോസ് ചെയ്തിട്ട് കിടക്കാം. നിങ്ങൾക്ക് ആൽക്കഹോൾ ഫ്രീ മൗത്ത് വാഷസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നന്നായിട്ടൊന്ന് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്ന പ്ലാക്ക് ഫോം ചെയ്യുന്നത് ഒഴിവാക്കാം. അപ്പോൾ നല്ലൊരു നോയമ്പ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.